നമസ്കാരം പ്രിയമുള്ളവരെ, സ്നേഹമാണ് അഖിലസാരമൊഴിയിൽ എന്നാണ് കവികൾ പാടി പുകഴ്ത്തിയിട്ടുള്ളത്. സ്നേഹം തന്നെയാണ് ജീവിതത്തിൽ ഉദാത്തമായുള്ള ഒരു ഭാവം എന്ന് പറയുന്നത്. നമ്മളുടെ കൗമാര കാലഘട്ടത്തിൽ പരസ്പരം സ്നേഹിക്കാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല. അന്ന് നമ്മൾ പ്രണയിക്കുന്നത് ആരെയാണോ അവരാണ് ലോകത്തിലെ ഏറ്റവും വലിയ സുന്ദരിയും സുന്ദരന്മാരും. പിന്നീട് യാദൃച്ഛികയാൽ നമ്മൾ അവരെ വിവാഹം കഴിക്കേണ്ട ഒരവസ്ഥ വന്നെന്നിരിക്കട്ടെ. 1-2 വർഷങ്ങൾ തള്ളി നീക്കി പിന്നീട് നമ്മൾ ചിന്തിക്കുമ്പോൾ ആ ഭാര്യ അല്ലെങ്കിൽ ആ ഭർത്താവ് ഒഴിച്ച് ബാക്കിയുള്ള ലോകത്തിലെ സകല മനുഷ്യരും സുന്ദരന്മാരായിരിക്കും. അതാണ് പറയുന്നത്, സ്നേഹത്തിന് ഒരു ഉദാത്ത ഭാവമുണ്ട്. നമ്മൾ എവിടെ നിന്ന് തുടങ്ങി എവിടെ വെച്ചാണ് നമ്മൾ പരസ്പരം ആകർഷിക്കപ്പെട്ടത്, ആ സ്നേഹത്തിൻ്റെ അളവുകോൽ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഉദാത്ത ഭാവമാണ്. ആ ഭാവം താഴോട്ട് ഇറങ്ങാതെ നമ്മൾക്ക് എന്നും സൂക്ഷിക്കാൻ കഴിയുമ്പോൾ മാത്രമേ ആ പൂർവ്വകാല സ്നേഹം അതേപടി നമുക്ക് മരണം വരെ കൊണ്ടുചെന്നെത്തിക്കാൻ കഴിയൂ. അല്ലാതെ ജീവിതത്തിൽ വിവാഹം കഴിച്ചു, കുട്ടികളായി, ഇനി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമൊന്നുമില്ലെങ്കിലും കാര്യങ്ങളെല്ലാം അങ്ങനെ മുറയ്ക്ക് നടന്നു പോകും എന്ന് ചിന്തിക്കുന്ന ഒരു രീതി വന്നാൽ നമ്മുടെ ജീവിതം പരസ്പരം വിരസമായി ഭവിക്കും. അങ്ങനെ വഹിക്കാതിരിക്കണമെങ്കിൽ ആർജവത്തോടുകൂടി നമ്മുടെ കൗമാര കാലഘട്ടത്തിൻ്റെ അതേ ചിന്താഗതിയോടുകൂടി പരസ്പരം സ്നേഹിച്ച് കുട്ടികളെ നമ്മൾ മാറോടടക്കി പിടിച്ച്, ജീവിതത്തെ നമ്മൾ മാറോടടക്കി പിടിച്ച്, നമ്മുടെ സ്വപ്നങ്ങളെ നമ്മൾ മാറോടടക്കി പിടിച്ച്, നമ്മുടെ കാഴ്ചപ്പാടുകളെ നമ്മൾ മാറോടടക്കി പിടിച്ച്, ഒന്നിനും ആർക്കും ആരെയും വിട്ടുകൊടുക്കാതെ നമ്മൾ സസന്തോഷം മുന്നോട്ട് നീങ്ങുമ്പോൾ നമ്മുടെ ജീവിതം, നമ്മുടെ ദാമ്പത്യം ആനന്ദ പുഷ്പമായി പൂവിടരും എന്ന് ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായി പറയാൻ ആഗ്രഹിക്കുകയാണ്.